കുട്ടികളുടെ അക്കാഡമിക് നിലവാരം എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അവരുടെ മാർക്ക് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ആത്മാർത്ഥമായിട്ട് പഠിക്കാനും ആത്മാർത്ഥമായിട്ട് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ അവർ തയ്യാറാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ MBBS എത്തിക്കും, അല്ലെങ്കിൽ എത്തിച്ചിരിക്കും. ഇത് വളരെയധികം ഇഫക്റ്റീവാണ് എന്നതിന് തെളിവാണ് 35 വർഷമോ 40 വർഷമോ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്ത് 3 വർഷം കൊണ്ട് തന്നെ അതിന് കമ്പയറബിൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. നല്ല കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളൊരു ക്ലാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നിപ്പം ഒരു കുടുംബത്തിലെ 3 പേരും ഒരുപോലെ MBBS ഇനി ഒരു കുടുംബത്തിലെ 2 പേര് ഇന്ന് വേറൊരാളെ ഞാൻ കേട്ട അങ്ങനെയായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് വേറെ 2 പേര് പറഞ്ഞത്. ചേച്ചി BSc കഴിഞ്ഞ് വന്നതാണ്, 690 സ്കോർ ചെയ്തു. അനിയത്തി ഫസ്റ്റ് റിപ്പീറ്റ് ആണ്. ഹായ് മക്കളെ, ഞാൻ ഇന്ന് JP സാറുമായിട്ട് കുറച്ച് നേരത്തേക്ക് നീറ്റിനെ കുറിച്ചും JEE കുറിച്ചും സൈലത്തിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 33 വർഷമായിട്ട് എൻട്രൻസ് ഫീൽഡിലുള്ള ആളാണ് JP സാറ്, നമ്മുടെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള അദ്ദേഹം. എന്താണ് സൈലത്തിൽ നിന്ന് ഉള്ളൊരു ഹോണസ്റ്റ് റിവ്യൂ ആൻഡ് സൈലത്തിലെ വ്യത്യാസം, അദ്ദേഹം ഇത്രയും വർഷമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഫീൽ ചെയ്ത കാര്യങ്ങൾ, എന്താണ് ഹൈബ്രിഡ് പ്ലാനിൻ്റെ അഡ്വാൻറ്റേജ്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തായാലും JP സാറിലേക്ക് കിടക്കാം. സാർ, നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ സാർ, എന്താണ് സാറിന് ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ നിന്ന് സാർ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അവിടെ നിന്ന് സൈലോമായിട്ട് തോന്നുന്ന ഒരു ഡിഫറൻസ് എന്താണ് സാറിന്? ഇപ്പോൾ ഇത്രയും കാലത്ത് ഒരു കൺവെൻഷണൽ ഒരു അധ്യാപന രംഗത്ത് നിന്നും ഞാൻ വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു 3 വർഷം, നമ്മൾ തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആകുന്നു സൈലത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പ്രധാനമായും ഞാൻ ഇതിനകത്ത് കണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രശസ്തമായ എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ ഒരു സീനിയർ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളെ ഒരു എക്സാമിനേഷൻ നടത്തി നല്ല കുട്ടികളെ നമ്മൾ ചൂസ് ചെയ്ത് നല്ല കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ സൈലത്തിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സൈലത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. കുട്ടികളുടെ അക്കാഡമിക് നിലവാരം എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അവരുടെ മാർക്ക് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ആത്മാർത്ഥമായിട്ട് പഠിക്കാനും ആത്മാർത്ഥമായിട്ട് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ അവർ തയ്യാറാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ MBBS എത്തിക്കും, അല്ലെങ്കിൽ എത്തിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു വലിയൊരു ബ്രില്യൻ്റായ ഒരാൾ അല്ലെങ്കിൽ അക്കാഡമിക്കലി ഒരു എക്സ്ട്രാ ഓർഡിനറി ആകണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനകത്ത് നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല റാങ്കോട് കൂടിയിട്ട് ഒരു MBBS സെലക്ഷനോട് കൂടിയിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകാമെന്നുള്ളതാണ്. ആ ഒരു മിനിമം ഗ്യാരണ്ടി സൈലത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മെച്ചമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വ്യത്യസ്തതയായിട്ടും ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിനിടയ്ക്ക് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നും എനിക്ക് എടുത്തു പറയാവുന്നത്. ഒരു പക്ഷേ ഈ ചുരുങ്ങിയ കാലം കൊണ്ടുള്ള സൈലത്തിൻ്റെ അഭൂതപൂർവമായ ഈ വിജയം തന്നെ ഈ വ്യത്യസ്തതയാണ്. തീർച്ചയായിട്ടും ഇതാണ് നമ്മളെ സംബന്ധിച്ച് കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്. ഇതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് സൈലത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു MBBSകാരനാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചുമതലയാണ്, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് ചെയ്തിരിക്കും. യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ സാറേ, നമ്മൾ അതും ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്, നമ്മുടെ ഈ റിസൾട്ട് എപ്പോഴും കമ്പയർ ചെയ്യപ്പെടുക. ഇപ്പം സൈലം 3ാമത്തെ ഹൈബ്രിഡ് വർഷമാണ്. 3 വർഷമായ സൈലത്തിൻ്റെ റിസൾട്ടിനെ കമ്പയർ ചെയ്യുക 40 വർഷമായ 45 വർഷമായ പ്ലാറ്റ്ഫോമിന്റെ റിസൾട്ടുമായിട്ടാന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു വിജയമായിട്ട് സൈലം കാണുന്നു. 1. 2, സാറി പറഞ്ഞ പോയിന്റിൽ നിന്നാണ്, ഇങ്ങനെയുള്ള മനസ്സുള്ള കുട്ടികളെ എടുത്തിട്ട് ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയയും ഇല്ലാതെ എടുത്തിട്ടാണ് ആക്ച്വലി സൈലം എന്ത് ചെയ്യുന്നത്, റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സൈലം ഒരു വലിയ സക്സസ് എന്ന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം സാർ പറയാവുന്നതാണ്. സാറിന്റെ എക്സ്പീരിയൻസ് തന്നെ സാർ തീർച്ചയായിട്ടും പറയാം. കാരണം നല്ല കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളൊരു ക്ലാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്.
കുട്ടികൾ ഓൾറെഡി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കാലിബർ ഉണ്ട്. നമ്മൾ അവരൊന്ന് ഗൈഡ് ചെയ്താൽ മതി, അവർ ഓട്ടോമാറ്റിക്കലി അവർ തീർച്ചയായിട്ടും റാങ്കിലേക്ക് എത്തിച്ചേരും. എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് താരതമ്യേന കുറവാണ്. കുട്ടികൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ഒരേ സമയം കുട്ടിക്ക് വേണ്ട ഒരു പഠന സാഹചര്യം ഉണ്ടാക്കുകയും വേണം, അയാൾ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യണം. മാത്രമല്ല അയാൾക്ക് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ടോ, അവർക്ക് എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടോ, അതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത് അയാളെ നമ്മളൊരു റാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ സിസ്റ്റമെല്ലാം കുട്ടിക്കൊപ്പം ജീവിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യമുണ്ട് സാർ, ഇപ്പം ഒരു നല്ല ഇപ്പം പഠിക്കുന്ന ഇൻ ദ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8ാം ക്ലാസ് തൊട്ടോ 7ാം ക്ലാസ് തൊട്ടോ എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണ് മെജോറിറ്റി. ഇപ്പം ഈ പറഞ്ഞ ടോപ്പേഴ്സ്, അവിടേക്കാണ് നമ്മുടെ ഈ പറഞ്ഞ കുട്ടികളെ എല്ലാം എത്തിക്കുന്നത്, അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം ഒരു 50-50 ചാൻസ് എടുക്കുന്നുണ്ട് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒരു അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും കൂടിയാണ്. സിസ്റ്റമാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്ത കുട്ടികളെ സക്സസിലേക്ക് എത്തിക്കുന്നതെന്ന് പറയാം. അപ്പൊ ഈ ഹൈബ്രിഡ് ഫോർമാറ്റ് ഒരു കൺവെൻഷണൽ എൻട്രൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഞാൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഇത് വളരെയധികം ഇഫക്റ്റീവാണ് എന്നതിന് തെളിവാണ് 35 വർഷമോ 40 വർഷമോ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്ത് 3 വർഷം കൊണ്ട് തന്നെ അതിന് കമ്പയറബിൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് തന്നെ ഈ സിസ്റ്റം എത്രയും ഇഫക്റ്റീവ് ആണ് എന്നതിനൊരു വലിയ തെളിവാണ്. പിന്നെ ഈ സിസ്റ്റത്തിൽ നമ്മൾ എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറയുന്നത്, നന്നായി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു ഫൈൻ ട്യൂണിങ് ആണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മാർക്ക്, അവരുടെ റാങ്ക് മാക്സിമൈസ് ചെയ്യാൻ ഒരു ഫൈൻ ട്യൂണിങ്ങിന് ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഫൈൻ ട്യൂണിങ്ങിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ DPPകളാണ്. DPPകൾ എന്ന് പറയുന്നത് വളരെ കുറേ കളക്ഷൻ ഓഫ് ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് അതിനകത്ത് ഒരു DPP ഉണ്ടാക്കുക അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളതിൻ്റെ പുറകെ രാവും പകലും ഇരുന്ന് അധ്വാനിച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തി എന്തൊക്കെ ഈ വർഷം വരാം, മുൻ വർഷങ്ങളിൽ എങ്ങനെയൊക്കെ ചോദിച്ച് എന്ന് നമ്മൾ വളരെ കാര്യമായിട്ടിരുന്ന് ആലോചിച്ച് വളരെ സയൻറ്റിഫിക്കലി നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മൾ ആ DPPകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അതിന് പുറകിൽ നമ്മൾ ഒരുപാട് സമയവും ഒരുപാട് മാൻ പവറൊക്കെ നമ്മൾ അതിന് പുറകിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സയൻറ്റിഫിക്കലി പ്രിപ്പയർഡ് ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ഫൈൻ ട്യൂണിങ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ 720 അവരുടെ മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ആവറേജ് കുട്ടി അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് കുട്ടിയെ സംബന്ധിച്ച് ഇത് അയാൾക്ക് പഠിച്ചെടുക്കാൻ ഉള്ള ഒരു അവസരം കൂടിയാണ്. കാരണം പരീക്ഷയ്ക്ക് എന്തു പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ളൊരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് അറിവ് സമ്പാദിക്കാനായിട്ട് പഠിക്കാം, എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി എന്തു പഠിക്കണം, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള ഒരു സമ്പ്രദായം നമ്മൾ ഈ DPPയിലൂടെ കൃത്യമായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിലോ ആവറേജ് ആണെങ്കിലും അങ്ങനെ ഒരു വിദ്യാർത്ഥി ഇവിടെ വരുന്ന സമയത്ത് വലിയ ഒരു ഭാരമില്ലാതെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുകയും അത് പരീക്ഷ നല്ല മാർക്കിലേക്ക് റാങ്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെ റിസൾട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെ സർ, 700+ വാങ്ങി എല്ലാ ആളുകളും പറയുന്നത് ഇപ്പം വന്നവരവരാണ്, ബാക്കിയുള്ളവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നിപ്പം ഒരു കുടുംബത്തിലെ 3 പേരും ഒരുപോലെ MBBS ക്രാക്കിയിരുന്നു. ഇനി ഒരു കുടുംബത്തിലെ 2 പേര് ഇന്ന് വേറൊരാളെ ഞാൻ കേട്ട അങ്ങനെയായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് വേറെ 2 പേര് പറഞ്ഞത്. ചേച്ചി BSc കഴിഞ്ഞ് വന്നതാണ്, 690 സ്കോർ ചെയ്തു. അനിയത്തി ഫസ്റ്റ് റിപ്പീറ്റ് ആണ്, ആള് 670 സ്കോർ ചെയ്തു. അപ്പൊ ഇങ്ങനെ അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും മീൻസ് ഈ പറഞ്ഞ പഠിക്കാനുള്ള കഴിവ് വേറെ ആണെങ്കിലും ഈ സിസ്റ്റം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അത് DPP എനിക്കൊന്ന് കുറച്ചും കൂടെ റിവിഷൻ സമയത്തായിരിക്കും കുട്ടികൾക്ക് ഒരു ചാപ്റ്റർ ഒരു ബുക്കിലിട്ടിലാകുമ്പോൾ അത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി 3 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമല്ലേ ഈ സ്ട്രീമിലേക്ക് വരുന്നത്.
3 വർഷം ഇത് പഠിക്കാതിരുന്നിട്ട് പൂർണ്ണമായും ഇത് മറന്നു പോവുകയും പിന്നീട് നമ്മുടെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ കടന്നു പോയിട്ട് 690 അല്ലെങ്കിൽ 700-നടുത്ത് മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് എത്രയും വലുതാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ചോദ്യങ്ങൾ മാത്രമല്ല, പിന്നെ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം, അതിലേക്കാണ് ഞാൻ എത്തുന്നത് സാർ. അപ്പൊ അതിന്റെ ഒരു നമ്മളിപ്പം സാധാരണ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്ക് പഠിപ്പിക്കുക, എന്നിട്ട് അവരെ നേരെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ മാത്രം കൊടുക്കുക, ഇതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ലെവലിൽ നമ്മൾ DPP വെച്ച് ഫുള്ള് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒരു 60 ദിവസത്തെ റിവിഷനാണ് നമ്മുടെ എല്ലാം മാർക്ക് ചെയ്യുക, അഥവാ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്.